ആദ്യത്തെ ആള് വരിക. അമ്മേ അനുഗ്രഹിക്കണേ. അമ്മയെല്ലാം അറിയുന്നുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ അമ്മയെല്ലാം ശരിയാക്കും. ധൈര്യമായി പോയിക്കോളൂ. വേണ്ടാത്ത ശീലങ്ങളൊക്കെ ഒഴിവാക്കിക്കോളുക. ദക്ഷിണ ഇവിടെ. നെക്സ്റ്റ്. എന്താ പ്രശ്നം? വീട്ടിലൊരു സമാധാനമില്ല. ഉണ്ടാവില്ല. എവരി ആക്ഷൻ there is an equal and opposite reaction. അതായത് ഏത് ആക്ഷനും തിരിച്ചങ്ങോട്ട് റിയാക്ട് ചെയ്യാം. എല്ലാം ശരിയാവും. വല്ലതും മനസ്സിലായോ? അതായത് വീട്ടിൽ നിന്ന് ഭർത്താവ് അടിക്കാൻ വന്ന തിരിഞ്ഞ് അങ്ങോട്ട് ചാടിക്കെട്ടി അടിച്ചോളുക. ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വായിലുള്ളത് പൊലബിനെ അങ്ങോട്ട് തിരിച്ചു പറയാ. അതാണ് ദേവി ഉദ്ദേശിച്ചത്. അമ്മേ, ഞാനൊന്ന് ലളിതമായിട്ട് പറഞ്ഞു കൊടുത്താണ്. നെക്സ്റ്റ്. കുഞ്ഞിന്റെ മനസ്സ് വേവുന്നത് അമ്മ അറിയുന്നുണ്ട്. എന്താ പുതിയ പ്രശ്നം? പയ്യ പുല്ലുന്നില്ല. അയ്യോ, പയ്യ പുല്ലുന്നതിനൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരിക. പയ്യ പുല്ലുന്നാത്തതേ ദിവസം നിങ്ങൾ ആരെ കെട്ടിട്ടിട്ട് അതിനാ. ഇടയ്ക്കിടയ്ക്ക് പറമ്പിലൊക്കെ കെട്ടിട്ടല്ലേ അതിന് പുല്ലിട്ടു. പശുവിനെ വിൽക്കുക. വേറൊരു പ്രതിവിധി നോം കാണുന്നില്ല. അങ്ങോട്ട് വിൽക്കുക. പൈസ ഇല്ല. പൈസ ഇല്ലേ? എന്നാ അങ്ങോട്ട് നടക്കുക. കുഞ്ഞിന്റെ മനോവിഷമം നോം അറിയുന്നു. ഇതിനൊരന്ത്യം നോം കാണുന്നില്ല. നോം ഒന്നുകൂടെ മനക്കണ്ണ് വെച്ചൊന്ന് നോക്കട്ടെ. പോയിക്കോളുക. എന്നാ പോവുക. എനിക്ക് എങ്ങനെയെങ്കിലും 5ാം ക്ലാസ് പാസ്സാണോ? കുട്ടിക്ക് 5ാം ക്ലാസ് പാസ്സാണെന്നാ ദേവിയെ പറഞ്ഞത്. പരീക്ഷ എഴുതുന്നത് കുഞ്ഞ് റെയ്നോൾഡ്സ് പെന്നോട് തന്നെ അങ്ങോട്ട് ആക്കുക. വിജയം സുനിശ്ചിതം. സർക്കാർ പ്രമോഷൻ തടഞ്ഞു വെച്ചിരിക്കുക. കുഞ്ഞിന് നോം പ്രമോഷൻ തന്നിരിക്കുന്നു. ധൈര്യമായി പോയിക്കോളൂ. അമ്മേ, അമ്മ. അമ്മേ മഹാമായേ, ദേവി മഹാമായേ, അമ്മേ. അല്ല മാഷെ, നമ്മള് മൈക്കിൾ ജാക്സൺ സന്നിധിയില വന്ന്. എന്ത് തുള്ളലാടത്? അല്ല, നമ്മളെ ക്ലബിന്റെ പരിപാടിക്ക് ഡാൻസർ കിട്ടില്ല. ഇല്ലാന്നാ കേട്ട്. സോഷ്യൽ മീഡിയയിൽ കള്ളത്തരം കാണിച്ച് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നതാണ് ശീലം അല്ലേ? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ബാക്കിയും കൂടി നോം പറയണോ? അമ്മേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സമസ്താപരാധങ്ങളും പൊറുക്കണേ ഭഗവതി. ഓർക്കണേ അമ്മേ. നിനക്ക് നല്ലതേ വരൂ. അമ്മേന്റെ അനുഗ്രഹം വാങ്ങണം. ഞാൻ അമ്മേന്റെ അനുഗ്രഹം വാങ്ങിയില്ല. പരികർമ്മി ഇങ്ങോട്ട് വരിക. വിശ്വാസമില്ലാത്തവരോടൊക്കെ പോയിക്കോളാൻ പറയേ. വിശ്വാസികളല്ലാത്തവർക്കെല്ലാം പോവാം. വലിയ പാർട്ണറായി. നിരീശ്വരവാദികൾക്ക് ഇവിടെ പ്രവേശനമില്ല. അമ്മയുടെ തിരുസന്നിധിയിലാണ് എന്റെ ഈ ജന്മം. അമ്മയെ കണ്ട് കൊതി തീർന്നില്ല. ആരും നോക്കി പേടിപ്പിക്കണ്ട. ഒന്ന് തൊഴുതോട്ടെ. പോവേണ്ടവർക്കെല്ലാം പോവാം. അയ്യോ, എന്നെ കൊണ്ടുപോവല്ലേ? കള്ളച്ചോറ് കിട്ടുന്നല്ലേ തിന്നോ. നിങ്ങൾ പോരു മാഷെ. ഞാൻ വരാം. അമ്മേ ശരണം. കഴിച്ചിലായി. സർവമംഗളമംഗല്യേ തരിപ്പിട്ടിയ പോലെ ഒന്നുമില്ല. വിളിച്ചു പറഞ്ഞല്ലേ. സാരല്ല. അന്നോട് എനിക്കൊരു കാര്യം പറയാൻ അറിയോ? നമ്മൾ ഈ വായി തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴേ ഇവർക്കൊക്കെ എപ്പോഴാ കൂടാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെ വിളിച്ചു പറയും. അതെ, മതിയാക്ക്, നിർത്ത്. എന്തൊരു ഓവർ ആക്ടിങ്. ഭയങ്കര ഭയങ്കര ഓവർ ആക്ടിങ്. ഭയങ്കര. ഞാൻ ശരിക്കും അഭിനയിച്ചതല്ല. സത്യത്തിൽ എനിക്ക് അവരുടെ അടുത്തൊരു ശക്തി എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നതാ. അതായത് ഒരു വെളിച്ചം അവരുടെ അടുത്ത് ഇങ്ങനെ എന്റെ നെറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ മാറിയത്. സത്യമായിട്ട് നിങ്ങൾ വിശ്വസിക്കണോട്ടെ, എന്തോ ഒരു പവർ ഉണ്ട്.
എന്തോ ഒരു ശക്തി ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അണക്ക് തുടങ്ങിയ ഭ്രാന്ത്. അയ്യോ പ്രാന്തല്ല, എന്നെ ഒന്ന് വിശ്വസിക്ക്. അയ്യോ, അല്ലല്ല. ആ ഒരു പ്രകാശത്തോടു കൂടി ഞാൻ ആകെ ശരിക്കും ഞാൻ എന്തോ അറിയാതെ എന്റെ വായിന്ന് എന്തൊക്കെയോ തെറ്റുപറ്റിപ്പോയി. ഭഗവതി അമ്മേ ക്ഷമിക്കണേ. എന്റെ ഭഗവാനെ, നല്ല അഭിനയം. എനിക്ക് തോന്നതേ പ്രഭിജനെ കണ്ടിട്ടേ അതിപ്പോ ഇവക്ക് കൂടി തോന്നുന്നു. ഇനി ഇവളെപ്പോഴും മാലിട്ട് പൂജിക്കേണ്ടി വരും. നിങ്ങൾ എന്നെ വിശ്വസിക്ക്. സത്യമായിട്ട് എന്തോ ഒരു ശക്തി ഉണ്ട്. ഞാൻ 3 പേരും വലിയ അഭിനയം കഴിച്ചോട്ടല്ലേ. മതി സീമേച്ചേ, ഒന്ന് പൊടിക്കേ. അല്ല പിന്നെ ഈശ്വര, ഞാനിത് എങ്ങനെ ഇവരെ വിശ്വസിപ്പിക്കും? നല്ല കച്ചവടാണല്ലോ. ഒന്നങ്ങോട്ട് മാറിക്കുക. ഇനി നമുക്ക് ഈ പരിപാടി നിർത്താം. വിചാരിച്ച പോലെ നമുക്ക് കുറി കിട്ടിണ്ട്. അയ്യോ, അതിനെ പൊന്തിക്കുന്നേ നിങ്ങൾ പെണ്ണുങ്ങൾ നോക്കിക്കണ്ട, അതിനെ പിടിച്ച് പൊന്തിക്കുന്നേ. പ്രഭിജേ, ഇങ്ങോട്ട് എനിക്കെന്താ പറ്റിയേ? എണീച്ചോ. അമ്മേ, അയ്യോ കണ്ടേട്ടാ, ഇതെന്താ എന്റെ കല്യാണാണോ? അല്ല, എന്റെ 16 അയ്യോ പപ്പ എന്റെ മാക്സ് എന്റെ മാക്സ് ഇന്നോടാ ചോദിക്കുന്നത്. പിന്നെ എന്താ എന്റെ മുറ്റത്ത്? എന്തേലും എന്താ പറ്റിയേ? അണക്കെന്താ പറ്റിയത് ഞാനോടാ ചോദിക്കുന്നേ. എല്ലാരും പോയിക്കോളി. ദേവി പോയി, ഓളമേത്തത് പോയി, അങ്ങാടി വിട്ട് ദേവി നിങ്ങൾ പോയിക്കോളി. ഇനി ഇവിടെ നിൽക്കണ്ട. ഓരോരോ പെണ്ണുങ്ങള് ബഹിരാകാശത്ത് വരെ പോയി വരും തലമുറക്ക് വരെ ചരിത്രം രചിക്കാനുള്ള അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരമാണ് ഇതൊക്കെ ഏതോ നൂറ്റാണ്ടിലേക്ക് മടങ്ങിപ്പോയി വേഷം കിട്ടിയ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് തലച്ചോറ് പണം വെക്കാൻ കുറേ എണ്ണം വേറെ. എനിക്കേ ഇവളിങ്ങനെ ഉടുത്തൊരുങ്ങി കാണുന്നേരം മറ്റേ ഇവന്റെ പാട്ടാ ഓർമ്മ വന്ന്. പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ ചിട്ടി വാങ്ങാൻ കാത്തിരുന്നതാർക്കു വേണ്ടി? പൊന്നു പ്രവിജേ, എന്റെ പ്രവിജേ, പൊന്നു പ്രവിജേ, എന്റെ പ്രവിജേ.